നമസ്കാരം. IPL-ൽ ഇന്നലെയും ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റിരിക്കുകയാണ്. ഈ സീസണിലെ IPL-ൽ നിന്നും പുറത്താവുന്ന ആദ്യ ടീം എന്ന നാണക്കേടിന് തൊട്ടരികിലാണ് 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ പോയിന്റ് പട്ടികയിലെ അവസാന 2 സ്ഥാനക്കാരുടെ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് 5 വിക്കറ്റിന് അവർ തകർന്നടിഞ്ഞത്. 9 മത്സരങ്ങളിൽ നിന്നും ചെന്നൈക്ക് നേരിട്ട 7ാമത്തെ പരാജയമാണ് ഇന്നലെ കണ്ടത്. ഈ കളിക്കിടെയുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നിയമലംഘനം നടത്തിയ CSKയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ അമ്പയർ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. എന്തായിരുന്നു ഈ സംഭവം എന്ന് പരിശോധിക്കാം. ഈ IPL-ൽ താരങ്ങൾ ഉപയോഗിക്കേണ്ട ബാറ്റുകൾക്ക് BCCI പ്രത്യേകം മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതിന്റെ പരിധിയിൽ വരുന്ന ബാറ്റുകൾ മാത്രമേ കളിക്കാർക്ക് ഉപയോഗിക്കാനും അനുമതിയുള്ളൂ. ബാറ്റിംഗിനായി താരങ്ങൾ ക്രീസിലെത്തിയ ഉടൻ തന്നെ ഓൺഫീൽഡ് അമ്പയർ അവരുടെ ബാറ്റ് പരിശോധിക്കുന്നത് ഈ IPL-ലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നിർദ്ദിഷ്ട അളവുകോലുകളും ഭാരവും എല്ലാമുള്ള ബാറ്റുകൾ മാത്രമേ താരങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ആ താരം ഉടൻ തന്നെ ആ ബാറ്റ് മാറ്റി മറ്റൊന്ന് ഉപയോഗിക്കുകയും വേണം. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ 5ാമത്തെ ഓവറിൽ തന്നെ 4ാമനായ രവീന്ദ്ര ജഡേജയ്ക്ക് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നിരുന്നു. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറന്റെ പുറത്താവലിന് പിന്നാലെയാണ് ജഡ്ഡു ക്രീസിലെത്തുന്നത്. ആദ്യ ബോൾ നേരിടുന്നതിന് മുമ്പ് തന്നെ ഓൺഫീൽഡ് അമ്പയർ അദ്ദേഹത്തിന്റെ ബാറ്റ് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ഡു ഇതിൽ പരാജയപ്പെടുകയായിരുന്നു. ബാറ്റിംഗിനായി എത്തിയ രവീന്ദ്ര ജഡേജയുടെ ബാറ്റ് അമ്പയർ പരിശോധിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അനുവദിക്കപ്പെട്ട അളവിലുള്ള ബാറ്റ് അല്ല ഇതെന്നും ഉടൻ മാറ്റണമെന്നും ജഡേജയോട് അമ്പയർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ടതോടെ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ട അദ്ദേഹം നിരാശയിൽ ബാറ്റ് ഗ്രൗണ്ടിൽ അടിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ബാറ്റ് മാറ്റിയതിനു ശേഷമാണ് ജഡ്ഡുവിന് കളി തുടരാനായത്. പക്ഷേ ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്റ്റുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാനായില്ല. 17 ബോളിൽ ഓരോ 4ഉം 6ഉം അടക്കം 21 റൺസ് എടുത്ത് ജഡേജ പുറത്താവുകയായിരുന്നു. IPL-ൽ അനുവദിക്കപ്പെട്ട ബാറ്റ് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. BCCIയുടെ മാനദണ്ഡ പ്രകാരം ചില പ്രത്യേക അളവുകോലുകളിൽ വരുന്ന ബാറ്റുകൾ മാത്രമേ ഈ IPL-ൽ കളിക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ബാറ്റിന്റെ മുൻഭാഗത്തിന്റെ വീതി 4.25 ഇഞ്ചുകളിൽ, അതായത് 10.79 സെന്റിമീറ്റർ കൂടാൻ പാടുള്ളതല്ല. മധ്യഭാഗത്തെ വണ്ണം 2.64 ഇഞ്ചായിരിക്കണം. എഡ്ജിലെ വീതി 1.56 ഇഞ്ചുകളിൽ കൂടാൻ പാടുള്ളതല്ല. ഹാൻഡിൽ മുതൽ കീഴ്ഭാഗം വരെ ബാറ്റിന്റെ ആകെയുള്ള നീളം 38 ഇഞ്ചുകൾക്ക് മുകളിൽ പോവുകയും ചെയ്യരുത്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തോൽവിക്ക് പ്രധാന കാരണമായത്. 5 വിക്കറ്റുകൾ നഷ്ടത്തിൽ 154 റൺസ് മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. CSKയ്ക്ക് വേണ്ടി കന്നി മത്സരം കളിച്ച സൗത്ത് ആഫ്രിക്കൻ താരം ഡെവാൾട്ട് ബ്രേവിസ് ആണ് 42 റൺസോടെ ടോപ്പ് സ്കോറർ ആയത്. 25 ബോളുകൾ നേരിട്ട താരം 4 സിക്സറും 1 4ഉം അടിച്ചു. ആയുഷ് മാത്രേ 30 റൺസും ദീപക് ഹൂഡ 22 റൺസും സ്കോർ ചെയ്തു. റൺ ചേസിൽ 18.4 ഓവറിൽ 5 വിക്കറ്റിന് SRH ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. ഇഷാൻ കിഷൻ 44 റൺസ് എടുത്തും കമിന്ദു മെൻഡിസ് 32 റൺസും എടുത്തും പ്രധാന സ്കോറർമാരായി മാറി.